നമസ്കാരം, എൻ്റെ പേര് അനൂപ്. ജൈവ കർഷകനാണ്. 2 ഏക്കറോളം എനിക്ക് കൃഷിയുണ്ട്. ഈ സ്ഥലം വെഞ്ഞാറമൂട് ആലന്തറയാണ്. ഞാൻ പ്രധാനമായും ഏത്തൻ, കപ്പ, കുരുമുളക് എന്നാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇടവിളയായിട്ട് ചീരയും ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ പണ്ട് മുതലേ കൃഷിയിൽ താല്പര്യമുള്ള ആളായിരുന്നു. രാവിലെ എല്ലാ ദിവസവും കൃഷി ചെയ്തിട്ടാണ് അച്ഛൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് കണ്ടാണ് ഞാനും പഠിച്ചത്. ഞാനും ചേട്ടനും പഠിച്ചത്. ഏകദേശം 10-30 വർഷമായി ഞാനും ചേട്ടനും കൃഷി ചെയ്യുന്നുണ്ട്. സഹായത്തിനായി എൻ്റെ അമ്മയും ഇപ്പോൾ എൻ്റെ മക്കളും ചേട്ടൻ്റെ മക്കളൊക്കെ എത്തുന്നുണ്ട്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ഒരു ലാബും മെഡിക്കൽ സ്റ്റോറും ഉണ്ട്. മെഡിക്കൽ സ്റ്റോറിൻ്റെ പേര് ജനവിശ്വാസ് മെഡിക്കൽസ്, ലാബിൻ്റെ പേര് ജനവിശ്വാസ് ഡയഗ്നോസ്റ്റിക്സ്. സന്തോഷം തരുന്നത് കൃഷിയാണ്. കൃഷിയിടത്തിരിക്കുമ്പോഴുള്ള സുഖം വേറെ ഒന്നിലും കിട്ടത്തില്ല. ഞാൻ പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വീട്ടിലെ പശുവിനെ തന്നെയാണ്. വീട്ടിലെ പശുവിൻ്റെ ചാണകം കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ ഈ കൃഷിയിടം സംരക്ഷിക്കപ്പെടുന്നത്. പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം, ഗോമൂത്രം എല്ലാം ഒരു വലിയ ടാങ്കിൽ ശേഖരിച്ച് അത് പൂർണ്ണമായും ഈ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നെൽനാട് കൃഷിഭവൻ, നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ബീന ചേച്ചിയൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ TS ഷിനുകുമാറാണ്. അദ്ദേഹത്തെ ഞാൻ ഓൺലൈൻ വഴിയാണ് പരിചയപ്പെടുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം എന്ത് സംശയവും എപ്പോൾ വിളിച്ചാലും അദ്ദേഹം കൃഷി സംബന്ധമായ എല്ലാ സംശയങ്ങളും അദ്ദേഹം ദൂരീകരിച്ചു തരും. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് MLA DK മുരളി ഈ ഷിനു സാറിന് ആണ് ആദ്യമായി ഈ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ പോലുള്ള ഒരു കൃഷി ഓഫീസർ ഇവിടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം ഒരു കൃഷിക്കാരനും അതിലുപരി ഏറ്റവും കൂടുതൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുമാണ്. ഏറ്റവും കൂടുതൽ വിള വരുന്നത് ഏത്തക്കുലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വിള വരുന്നത് ഏത്ത കൃഷിയിലൂടെയാണ്. അത് കഴിഞ്ഞാൽ കപ്പ കൃഷി, മൂന്നാമത് ചീര എല്ലാ കാലത്തിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. ഈ ചൂട് സമയത്ത് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചീര കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ആണ് ആവശ്യം. വെള്ളം നമുക്ക് ഒരു കിണറുണ്ട്. അതിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെ വൈദ്യുതിയൊക്കെ ഫ്രീ ആണ്. തീർച്ചയായും കർഷകർക്ക് മാർക്കറ്റിംഗ് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൈവ കൃഷി ആയതിനാൽ മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടല്ല. ഈ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും എൻ്റെ ഇവിടെ അടുത്തുള്ള കച്ചവടക്കാരൊക്കെ ഇവിടെ നേരിട്ട് വന്ന് എടുത്തുകൊണ്ടാണ് പോകുന്നത്. നല്ല വിലയും ലഭിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ പഠിപ്പിച്ച പാഠം തന്നെയാണ് എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ മകളും എന്നെ സഹായിക്കാനായി രാവിലെ എത്തും. അവളിവിടെ അടുത്ത സ്കൂളിലാണ്, ജ്യോതിസ് പബ്ലിക് സ്കൂളിൽ 3ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകാനും എളുപ്പമുള്ളതുകൊണ്ട് രാവിലെ എന്നെ സഹായിക്കും. ഒരു 9 മണി വരെയൊക്കെ എന്നെ സഹായിക്കും. എൻ്റെ ചേട്ടൻ്റെ മകനും എത്തും. അവൻ പട്ടം KVL 7ാം ക്ലാസ് പഠിക്കുകയാണ്. അവന് 11 മണിക്ക് പോയാൽ മതി. അവനും ചേട്ടനോടൊപ്പം കൃഷിയെ സഹായിക്കാറുണ്ട്. പിന്നെ ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്. അമ്മ തന്നെയാണ് ഇതിലേറ്റവും മുഖ്യ ഘടകം. 68 വയസ്സുള്ളതുകൊണ്ട് അമ്മ രാവിലെയും വൈകിട്ട് എനിക്ക് ബിസിനസ് ആയതുകൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പം അമ്മ തന്നെയാണ് വെള്ളമൊക്കെ തളിക്കുന്നത്. ചീരകൃഷി സംബന്ധിച്ചിടത്തോളം വെള്ളം ഒരു പ്രധാന ഘടകമാണ്. രാവിലെയും വൈകുന്നേരം നല്ല രീതിയിൽ നനച്ചു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നനയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഓസുണ്ട്, കുട്ടികൾക്ക് വരെ അത് ചെയ്യാന്നുള്ളതാണ്. കീടനാശിനി സത്യം പറഞ്ഞാൽ ഉപയോഗിക്കാറില്ല. നമുക്ക് ചീര കാണുമ്പോൾ തന്നെ അറിയാം, മൊത്തം ചെറിയ ചെറിയ പുള്ളികളും സുഷിരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചീരയ്ക്ക് യാതൊരുവിധ കീടരോഗ നിയന്ത്രണങ്ങൾ ഇതുവരെ ഇല്ല. ഞാൻ ഷിനു സാറിവിടെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന വളമാണിത്. ഇത് ചാണകം, ഗോമൂത്രം, ഒരു പിടി മണ്ണ്, കുറച്ച് ശർക്കര, ഇത് കലക്കി ഒരാഴ്ച കഴിഞ്ഞ് നല്ലോണം കുളിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ വാഴയ്ക്കും ചീരയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത്.
പുതുതലമുറ കൃഷിയിലേക്ക് വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആലന്തര സ്കൂളിലൊക്കെ ഇപ്പോഴേ അതിനുള്ള പരിപാടികളൊക്കെ അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതുപോലെ മിക്ക സ്കൂളുകളിലും ചെയ്യുന്നുണ്ട്. ഈ ഷിനിസാറ് എറണാകുളത്തായിരുന്നപ്പോൾ അവിടെയുള്ള ഒരുപാട് സ്കൂളുകളിൽ പിന്നെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഇതൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഒരു ചെറിയ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാൻ കൃഷി കൊണ്ട് സാധിക്കും. അതിൽ പക്ഷേ നമ്മൾ സമ്മിശ്ര കൃഷിയൊക്കെ അവലംബിച്ച് ഓരോ സീസണിലെയും കൃഷി കൃത്യമായി നോക്കി നടത്തുകയാണെങ്കിൽ രാവിലെ 1-1.5 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ജോലി മാത്രമേ ഉള്ളൂ. സുഖമായിട്ട് ഒരു ഫാമിലിക്ക് ജീവിക്കാം. നമ്മൾ പച്ചക്കറി വിഷങ്ങൾ കലർന്ന പച്ചക്കറി മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ വളവും മേടിച്ചിടാം. പ്രധാനമായും ഞാൻ ഏത്തനാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഏത്തൻ വയ്ക്കുമ്പോൾ കൂടെ തന്നെ നമ്മൾ ചീരയും കൂടെ പാകി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ വരുമാനം നമുക്കതിൽ നിന്ന് ലഭിക്കും. പിന്നെ അതിൻ്റെ വേസ്റ്റ് ഒന്ന് ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് തന്നെ നമുക്ക് വാഴയുടെ മൂട്ടിൽ വളമായിട്ട് ഉപയോഗിക്കാനും കഴിയും. പിന്നെ ഈ വരുമാനം കൊണ്ട് നമുക്ക് അടുത്ത വളം വാങ്ങാനുള്ള കാശും അതിൽ നിന്ന് കിട്ടും. കൃഷിയിൽ കടന്നു വരുന്നൊരു പുതിയ ഒരാളിന് ഏറ്റവും അനുയോജ്യം ചീര കൃഷിയാണ്. ഒരു പരിപാലനവും ഇല്ലാതെ 28 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ചീരയുടെ പ്രത്യേകത. പിന്നെ ചീര മാത്രമല്ല, ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം പയറായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെള്ളരി കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളരി കൃഷി അത്ര വിജയിച്ചില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കഴിഞ്ഞ സീസൺ വരെ നമ്മൾ ഇവിടെ നെൽകൃഷി ചെയ്തിരുന്നു. പക്ഷേ ഈ ഏലയിൽ നമ്മൾ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. പക്ഷേ കീടബാധയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ കൊയ്യാനൊന്നും ആളിനെ കിട്ടാത്തതുകൊണ്ടും ഈ വർഷം മുതൽ അത് നിർത്തി. ഇപ്പോൾ അവിടെയും മരിച്ചിനി കൃഷിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വർഷം മുതൽ പന്നിയുടെ ശല്യം ഉണ്ട്. അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിലും കൃഷിഭവനിലും പറയാൻ പോവുകയാണ്. മോളും എന്നോടൊപ്പം രാവിലെ കൃഷിയൊക്കെ സഹായിക്കാനൊക്കെ എത്തും. അതും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. മോള് വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജിയാണ്.